കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയിൽ നിലപാട് കടുപ്പിക്കുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല. PM ശ്രീ പദ്ധതിയുമായി CPM മുന്നോട്ട് പോകുമെന്ന് കരുതുന്നില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ബേബിയുടെ പാർട്ടിയുടെ കാഴ്ചപ്പാടാണ്, അതേ കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ CPIക്കുള്ളത്. CPIക്കും CPM-നും ഒരേ കാഴ്ചപ്പാടുള്ള ഒരു വിഷയമാണത്. ആ കാഴ്ചപ്പാട് NEP എന്ന് പറയുന്ന RSS അജണ്ട നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണ്. പക്ഷേ മന്ത്രിസഭയിൽ മന്ത്രിമാർ പറയുന്നത് മന്ത്രി പറയുന്നത് ഫണ്ട് വാങ്ങിക്കാൻ നയം നടപ്പാക്കില്ല എന്നാണ്. അത് പ്രായോഗികമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫണ്ടും NEP-യുമായിട്ട് ബന്ധമാണ്. ശ്രീത് വിവരങ്ങൾ ശ്രീത് നേരത്തെ വെളിയം ഭാർഗവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാനം രാജേന്ദ്രൻ ഒരു സമയം വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബിനോയ് വിശ്വം ഇതിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി അരാഷ്ട്രീയ മറുപടിയാണ് എന്ന് തന്നെയാണല്ലോ നേർക്കുനേർ ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ ഒരു രൂക്ഷ പ്രതികരണം എനിക്ക് തോന്നുന്നു ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നും ആദ്യമായാണ്. ശ്രീത് ഹാഷ്മി, തീർച്ചയായും ഇന്നലെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തുണ്ടായ പ്രതികരണം CPI അവഹേളിക്കുന്ന തരത്തിലായിരുന്നു, പുച്ഛിക്കുന്ന തരത്തിലായിരുന്നു, പരിഹസിക്കുന്ന തരത്തിലായിരുന്നു. ആ പ്രതികരണത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണയുള്ള സമവായത്തിൻ്റെ ലൈൻ വെടിഞ്ഞ് വളരെ ശക്തമായൊരു പ്രതികരണത്തിന് ബിനോയ് വിശ്വം നിർബന്ധിതമായെന്ന് വേണം കരുതാൻ. ഹാഷ്മി സൂചിപ്പിച്ച പോലെ ഇതാദ്യമായാണ് CPIM-മായി നേർക്കുനേർ ഒരു കാര്യത്തിന് മറുപടി പറയുന്ന സ്ഥിതിയിലേക്ക് CPI സംസ്ഥാന സെക്രട്ടറി എത്തുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നിന്ന് നേതൃത്വത്തിനകത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദമാണ് ഈ മറുപടിയിലേക്ക് എത്തിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നലെ എന്ത് CPI എന്ന ചോദ്യമാണ് PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഇത് തീർത്തും അരാഷ്ട്രീയ മറുപടിയാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല, അങ്ങനെ പറയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർത്തും അരാഷ്ട്രീയ മറുപടിയാണ്. അത്തരം അരാഷ്ട്രീയ മറുപടി അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യമാണ് കൃത്യമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും CPIM ഈ PM ശ്രീ വിവാദത്തിൻ്റെ രാഷ്ട്രീയ തലത്തിലല്ലാതെ മറ്റ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലും പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നതാണ് ഈ പ്രതികരണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ശ്രീത്വം അങ്ങനെ ചില നയങ്ങളിൽ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ഒരു സമയം കഴിയുമ്പോഴേക്കും ആ വിമർശനം മയപ്പെടുത്തി യോജിച്ചു പോവുകയും ചെയ്യുന്ന ഒന്നല്ല പല ഉദാഹരണങ്ങൾ CPIയുടെ കാര്യത്തിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കാണാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കടുത്ത പ്രതികരണത്തോടെ ബിനോയ് വിശ്വം അടിവരയിട്ട് പറയുന്നത് RSS നയത്തെ CPM പിന്തുണയ്ക്കില്ല എന്ന് പറയുന്നത് CPI അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയല്ലേ ശ്രീത്? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉയർത്തിയ വിമർശനങ്ങളിൽ നിന്ന് നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നാണ് ബിനോയ് വിശ്വം ഇപ്പോൾ CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേതൃയോഗങ്ങൾ PM ശ്രീ പദ്ധതി വലിയ ചർച്ചാ വിഷയമാകാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് സെക്രട്ടറി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയെ എതിർക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണമായി ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത് അതിന് ദേശീയ വിദ്യാഭ്യാസ നയവുമായുള്ള ബന്ധമാണ്, NEP-യുമായുള്ള ബന്ധമാണ്. PM ശ്രീ പദ്ധതിയുടെ ആത്മാവ് തന്നെ NEP-യാണ്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് വഴങ്ങാൻ കഴിയില്ല, അത് കേരളത്തിലെ LDF സർക്കാർ നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പ്രഖ്യാപിക്കുന്നത്. അതിനുള്ള കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് CPIM ജനറൽ സെക്രട്ടറി MA ബേബി അക്കാര്യത്തിൽ ഇന്നലെ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ബേബിയുടെ പാർട്ടിയുടെ വാക്കുകളെ തങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ LDF സർക്കാർ അത് നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഏത് CPI എന്ന രീതിയിൽ ചോദിച്ച മറുപടി CPIയുടെ പാർട്ടി വികാരത്തെ വല്ലാതെ വ്രണപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അന്ന് ആ മറുപടിയും അങ്ങേയറ്റത്തെ ഇടതുപക്ഷ നയങ്ങൾ മനസ്സിലാക്കാത്ത അരാഷ്ട്രീയ മറുപടിയാണ് എന്നാണ് ബിനോയ് വിശ്വം MV ഗോവിന്ദനെതിരെ നേർക്കുനേർ പറഞ്ഞു വെക്കുന്നത്. ഏറ്റുമുട്ടൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.